രാവിലെ തന്നെ ഓരോ തോമനുണ്ട് ഇറങ്ങിത്തിരിക്കും. ഒന്ന് കണ്ടോക്കൂടോ, ഇതിനൊക്കെ എന്ത് പറയണം. ഈ പാൽവില കൂടുന്നു, തൈര് വില കൂടുന്നു, ഗ്യാസിന്റെ വില ഇന്നും വീണ്ടും വർദ്ധിച്ചു. എന്താണ് ഒരു സാധാരണക്കാരൻ നിൽക്കാൻ? അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് ടു വർക്ക് ഹാർഡർ. കയ്യുമുള്ളൊരു ചരണം കിട്ടിയവരുടെ സംഖ്യയിൽ രാവിലെ തന്നെ ഇറങ്ങും. എന്റെ സുഹൃത്തുക്കളെ, പാൽ വില കൂടിയിരിക്കുന്നു. 60 മുതൽ 65 രൂപ വരെയാണ് ഇനി ഒരു പാക്കറ്റ് പാലിന് നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും സമരം ചെയ്യേണ്ട, നിങ്ങൾ ആരും മുദ്രാവാക്യം വിളിക്കേണ്ട, നിങ്ങൾ ആരും തെരുവിലിറങ്ങരുത്. മിൽമയ്ക്കെതിരെയും ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയും നിങ്ങൾ സമരം ചെയ്യരുത്. എന്തുകൊണ്ട് സമരം ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് UDF ഗവൺമെന്റ് ആണ്. സോ നിങ്ങൾ സമരം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതങ്ങനെയാണ്. ഇതെങ്ങാൻ ഞാൻ അങ്ങനെ പറയുകയാണ്, ചുമ്മാ ഒരു ഇമാജിനേഷൻ, അങ്ങനെ കണ്ടല്ലോ, ചുമ്മാ ഒരു ഇമാജിൻ ചെയ്യണം. ഇതെങ്ങാൻ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുക? ചിലപ്പോൾ ആ രൂപയ്ക്ക് മുഴുവൻ പാല് വാങ്ങിച്ച് റോഡ് മുഴുവൻ എഴുതി നടക്കും ഇവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ. പശുവിന്റെ പാലിന് ഇത്രയധികം വില കൂട്ടുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘികളെല്ലാം കൂടി പശുവിനെയും കൂട്ടി ഇറക്കും. എന്തൊക്കെ സമരമുറകൾ കാണേണ്ടി വരും. അപ്പോഴാണ് നമ്മുടെ മലയാളം ന്യൂസിന്റെ പത്രപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ ഒരാളെ കണ്ടു. അയാള് നമ്മളൊരു അപ്പൂപ്പൻ ഉണ്ടാവല്ലോ, എനിക്ക് 2 ലക്ഷം രൂപ സാലറി ഉണ്ട്, എനിക്ക് പെട്രോളിന്റെ വില കൂടിയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ അപ്പൂപ്പൻ ഉണ്ടല്ലോ. ആ അപ്പൂപ്പന്റെ ബന്ധുവായിട്ട് വരും ഈ ചെങ്ങാതി കേട്ടോ. എന്തായാലും ഈ ചെങ്ങാതിട്ട് ചോദിച്ചു, ചേട്ടാ 4 രൂപ 5 രൂപ എങ്ങാണ്ട് കൂടിയിരിക്കുന്നു, ഇപ്പോഴത്തെ ഗ്യാസിന്റെ വിലയും കൂടിയിരിക്കുന്നു, ഇല്ലയോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആ വില കുറയ്ക്കാനോ ഇവിടെ കൊടുക്കുന്ന ഗ്യാസിന്റെ മേലെയുള്ള വില ഒരല്പം കുറച്ച് നമ്മുടെ ജനങ്ങളെ സഹായിക്കാനോ വി.ഡി. സതീശൻ മേനോൻ സർക്കാർ തയ്യാറാകുമോ സുഹൃത്തുക്കളെ? ഇല്ല. ഇദ്ദേഹമൊക്കെ പ്രതിപക്ഷ ആയിരുന്ന സമയത്ത് ഇവിടെയുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ഇങ്ങനെ വരയ്ക്കാൻ നടന്നിരുന്ന ആൾക്കാരാ. ഇപ്പോഴാണ് അധികാരത്തിൽ കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒന്നുകൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇവന്മാരെ കൊണ്ടൊന്നും കഴിയില്ലെന്നേ. സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഇവന്മാർക്ക് ഇതൊന്നും കഴിയില്ല. ആളുകളെ കണ്ണിൽ പൊടിയിട്ടിട്ട് ചിരിക്കാനും പൂക്കിച്ചിരിക്കാനൊക്കെ ഇവർക്കൊക്കെ നല്ല സാധിക്കുന്നില്ല. എന്തായാലും ഈ മൊണ്ണയുടെ വർത്താനം കേൾക്കാം. സാധാരണക്കാർക്കും ഓപ്പർച്യൂണിറ്റിയാണ് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. അതായത് വില കൂടിക്കഴിഞ്ഞാല് ഓപ്പർച്യൂണിറ്റി അത്ര കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ. എന്റെ പൊന്നു മോയന്തേ, ഇവിടെ നാട്ടുകാർ കഷ്ടപ്പെടുകയാണ്. ഹാർഡ് വർക്കിന്റെ അങ്ങേ തലയാണ്. തനിക്ക് വേറെ വല്ല ചിലപ്പോൾ വൈറ്റ് കോളർ ജോബോ മറ്റേ നിങ്ങളുടെ ഒരു ബന്ധം ഉണ്ടാകുന്നില്ലയോ, ആ ചേട്ടന്മാർ 2 ലക്ഷം രൂപയും അല്ലെങ്കിൽ 4 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവരെപ്പോലുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സാധാരണക്കാർക്ക് ഒരു ദിവസം 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാ, അല്ലയോ? അതിലത്തെ മിക്കവാറും ഒരു 500 രൂപ എണ്ണയ്ക്ക് മാത്രം അടിക്കേണ്ടി വരും. കൂട്ടുകാരുമായിട്ടൊന്ന് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു ചായക്ക് ഇപ്പൊ 20 രൂപയാണ്. അപ്പൊ 4-5 പേരൊക്കെ കൂടി ചായ കുടിക്കാൻ കഴിഞ്ഞാൽ എത്രത്തോളം രൂപ ചെലവും? ഒരു കടി കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനും 15 രൂപ 20 രൂപയായിട്ട് മാറിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് ഒരു സൗഹൃദ കൂട്ടായ്മ പോലും നേരമായി നടത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാറ്റിനും വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇവന്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചത്. നല്ല രസമുള്ള ഒരു ചരട് കാണാനുണ്ട്. അപ്പയ്ക്ക് മനസ്സിലായത് എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഉത്തരം പറയുന്നുള്ളത്. ന്യായീകരണ തൊഴിലാളിയാണ്, ഗംഭീരമായിട്ട് ന്യായീകരിക്കും. ഈ ചാണക ന്യായീകരണ തൊഴിലാളില്ലേ, അതിൽപ്പെട്ട ഒരുവനാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നോക്കി നോക്കൂ. നമ്മള് കൺസ്യൂമറിസം പറയുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ഗ്രോ, things will grow, even the price will also grow. മോയന്റെ പ്രശ്നമുണ്ട്. കൺസ്യൂമറിസം അതല്ല പറയുന്നത്. കൺസ്യൂമറിസം പറയുന്നത് ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും അങ്ങനെ വാങ്ങിച്ചു കൂട്ടുമ്പോൾ വ്യക്തികൾക്ക് വളരെ അഭിമാനം തോന്നുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അഭിമാനം തോന്നുന്ന രീതിയിൽ കൺസ്യൂം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് സമ്പത്ത് കൂടുതലുണ്ടായിരിക്കും. മിഡിൽ ക്ലാസിന്റെ പ്രശ്നമാണ്. പച്ചമലയാളത്തിൽ പറഞ്ഞാലേ അപ്പുറത്തെ വീട്ടിലൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടി വാങ്ങിക്കാൻ തോന്നുക. ആ ഒരു തോന്നലിനെ നമുക്ക് കൺസ്യൂമറിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ഒരു സംഭവമാണ് പറയുന്നത്. അല്ലാതെ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നതല്ല കൺസ്യൂമറിസം. സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഉള്ള പൈസ മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് കളയുന്നൊന്നുമല്ല കൺസ്യൂമറിസം. ഇവന് വേറെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുക. എന്തായാലും താത്വിക സംഖ്യയാണ് കേട്ടോ. പക്ഷെ ചെലവുകൾ വർദ്ധിക്കുന്നു. you have to be creative. Creativity is very important. Creativity ഉണ്ടെങ്കിൽ അത് നമ്മള് അത് ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് നമുക്കൊന്നും ചെയ്യാക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാക്കൂല. We will never grow. But there is lot of opportunities today to grow. എന്ത് ചെയ്യും? ഇത് ചോദിച്ചു പോയ
മാധ്യമത്തെ കുടുങ്ങിപ്പോയി. എന്നാ തേങ്ങയാണ് ഇയാള് പറയുന്നത്, എന്നാ ഉണ്ട് ഇയാള് പറയുന്നത് എന്ന ലെവലാക്കിയത്. എന്തായാലും നമ്മളെ ഈ വില കൂടുന്ന സമയത്ത് ഈ പത്രപ്രവർത്തകർ കൃത്യമായിട്ടും ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് എങ്ങനെയാണ് മൈക്കുമായിട്ട് ചെല്ലുന്നത് എന്നൊരു കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. എന്തായാലും മൈക്കുമായി ചെന്നു, വേണ്ട ഉത്തരം കിട്ടി. ഒരു തരം ചാണക ഉത്തരം എന്ന് പറഞ്ഞാൽ മതി. വില കൂടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിനൊക്കെ വില കൂട്ടുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനാണല്ലോ. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിനെ അപാരമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അവർ കുറ്റം പറയാൻ കഴിയില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇത്ര ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇവിടെ സമരം നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപാരമായ വില കൂടുതലാണ് ഗ്യാസിന് കൂടിയിരിക്കുന്നത്. ഇനി പാലിന്റെ ഒരു അവസ്ഥ കേൾക്കണോ? എത്ര പേര് ഇനി പാല് കൂട്ടി ചായ കുടിക്കുമെന്നുള്ള അറിയാം. പാചകവാതക വില കൂടുമ്പോ ആ പാചകവാതകത്തിന്റെ മുകളിൽ വെച്ച് കത്തിച്ച് പാലൊക്കെ ഒഴിച്ച് ചായ ഒക്കെ ഇടണമല്ലോ. പാലിന്റെ വില കൂടി. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർധന ഇന്ന് മുതൽ പ്രാബല്യത്തിലായി. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വില പ്രകാരം മിൽമയുടെ മഞ്ഞ കവർ പാലായ മിൽമ സ്മാർട്ട് ലിറ്ററിന് 50 നിന്ന് 54 രൂപയാകും. നീല കവറിൽ വരുന്ന പ്രൈമിന്റെ വില 56 നിന്ന് 60ലേക്കും പച്ച കവറിൽ വരുന്ന കൊഴുപ്പ് കൂടിയ മിൽമ റീച്ചിന് 6 രൂപ കൂടി 64ലേക്കും എത്തും. തൈരിന് കിലോഗ്രാമിന് 10 രൂപ കൂടി. 10 രൂപയാണോ? ഒറ്റയടിക്കാണ് കൂടുന്നത്. 10 രൂപയാണ് കൂടിയിട്ടുള്ളത് തൈരിന്. തൈരൊക്കെ ഇനി കൂട്ടിയിട്ട് ചോറ് തിന്നാന്നൊക്കെ പറയുന്നവരുടെ റിച്ച് പരിപാടിയായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട് അല്ലയോ? ആരെങ്കിലൊക്കെ തൈരൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ പാൽച്ചായ കുടിക്കുന്നതന്നെ 64 രൂപയാണെന്നേ ആ പച്ചക്കവറ പാലിന് വരുന്നത്. ആ നീലക്കവറിന് വെച്ചാൽ 60 രൂപയും. 60 രൂപയ്ക്കൊക്കെ പാല് വാങ്ങിച്ച് നമുക്കതില് ഇനിയിപ്പോ ഒരു പാലിന്റെ ഒരു വെള്ളം ഒഴിച്ച ചായ എന്നൊക്കെ പറയേണ്ടി വരും. ഉള്ള വെള്ളം മുഴുവന്മാരെ ചിലപ്പോൾ കൂട്ടി ഒഴിച്ചു എന്നൊക്കെ വരും. സഹിക്കേണ്ടി വരും സുഹൃത്തുക്കളെ. എന്തൊക്കെയായാലും ഈ ഒരു പാലിന് വില കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് കൺസ്യൂം ചെയ്യണല്ലോ. ഈ ജനങ്ങൾ ഇത് വാങ്ങിക്കണ്ടേ, വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കണ്ടേ. അപ്പൊ നമുക്ക് അതിലുള്ള സാമ്പത്തിക വരുമാനം ഒന്നും കൂടുന്നില്ലല്ലോ. ഈ വസ്തുക്കൾക്കൊക്കെ വില കൂടുന്നുണ്ട്, നമ്മുടെ സാലറിക്ക് മാത്രം പഴയ അവസ്ഥയാണ്. അതിലൊരു വ്യത്യാസമില്ല. ആരെങ്കിലും ഈ പ്രൈവറ്റ് മേഖലയിലൊക്കെ ഈ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഏകദേശം ഒരേ സംഗതിയാണ്. ഒരു 500 രൂപ പോലും ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഗ്യാസിന് വില കൂടിയിട്ടുണ്ട്, പെട്രോളിന് വില കൂടിയിട്ടുണ്ട്, പാലിന് വില കൂടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക വസ്തുക്കളെ വില കൂടിയിട്ടുണ്ട്. എന്നാൽ ശമ്പളത്തിന് മാത്രം വില കൂടുതലില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ കുറെ എന്താ പറയുക നീല ഷർട്ടിട്ട് കുറെ സംഖ്യകളൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചാണക ന്യായീകരണങ്ങളായിട്ടൊക്കെ വരിക. ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ തേങ്ങയുടെ താനൊക്കെ പറയുന്നേ എന്നൊക്കെ നമുക്ക് പറയാനൊക്കെ തോന്നും. ഇതൊന്നല്ല പറയാൻ തോന്നുക, അസലായിട്ട് വേറെ വല്ല വർത്തമാനം പറയാൻ തോന്നുക. എന്തായാലും എന്റെ ചോദ്യം ഇത്ര മാത്രമാണ്. 60 രൂപയോളം പാലിന് കൂടിയിട്ടുണ്ട്. 64 രൂപ 65 രൂപയാണ് ഇപ്പോൾ ഒരു നല്ല ഒരു പാക്കറ്റ് പാല് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരിക. ഈ ഒരു ചെലവഴിക്കേണ്ടി വരുന്ന ഈ ഒരു തുക വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവൺമെന്റിന് കുറച്ച് നമ്മളെ സഹായിക്കാം. എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? വേണമെങ്കിൽ പറഞ്ഞോളൂ, ശരിയാണ്, LDF ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഇത് കൂട്ടാൻ തീരുമാനമുണ്ടായത്. പക്ഷേ ആ തീരുമാനം സാങ്ഷൻ ചെയ്തത് ഈ ഒരു ഗവൺമെന്റാണെന്ന് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റ് ആയിക്കോട്ടെ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ അത്ര വലിയ പ്രശ്നമുണ്ടെങ്കിൽ LDF ഗവൺമെന്റ് കൂട്ടിയതെല്ലാം LDFന്റെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുകയല്ലേ. നോക്കൂ, ഒരു വലിയ വൻ പദ്ധതികളൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ കൂട്ടാൻ പോകുന്ന 4 രൂപയും ഈ വില കൂട്ടാൻ പോകുന്ന 5 രൂപയൊക്കെ എന്തുകൊണ്ടാണ് എടുത്തു കളയാൻ സാധിക്കാത്തത്? അപ്പൊ പറയും അതുകൊണ്ട് കർഷകർക്കാണ് ഗുണം. ശരിയാണ്, കർഷകർക്ക് ഗുണമുണ്ടാവണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കട്ടെ ഗവൺമെന്റ്. നിങ്ങൾ പാലിന് വില കൂട്ടാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയാണോ ആ തുക ഞങ്ങൾ നിങ്ങൾക്കാണ് തരാം, അതെടുത്തിട്ട് കർഷകർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതെന്താ ചെയ്യാത്തത്? അപ്പൊ അത് നടക്കൂല. ആളുകളെ പിഴിഞ്ഞ് നമ്മളെ പച്ചയ്ക്ക് പിഴിഞ്ഞ് എങ്ങനെ ഇവിടെ പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് തിരികുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് UDF ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ തന്നെ ഒരാളും സമരത്തിനിറങ്ങില്ല. ഇതൊക്കെ സഹിക്കണമെന്നേ, യുദ്ധമല്ലേ, ഇതൊക്കെ നമ്മൾ സഹിക്കണമെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി എന്താ പറയുക ചാണക ന്യായീകരണമായിട്ട് കുറെ എണ്ണ ഇറങ്ങും. ഒരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാനും നീക്കമുണ്ട്. സാന്ത്വന സജിയുണ്ട് തിരുവനന്തപുരത്തെ മിൽമ ബൂത്തിൽ നിന്ന്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. ചായയൊക്കെ കുടിച്ചോ? ദില്ലിയിൽ 20 രൂപയാ ചായയാണ്. അപ്പോ കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ മിൽമ പാലിന്റെ വില വർദ്ധിക്കുകയാണ്. മിൽമ പാലിന്റെ വില എപ്പോൾ വർദ്ധിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ്. ചായയുടെ വില കൂട്ടാനും അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പാല് വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വില കൂട്ടുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഒരു മിൽമയുടെ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ഈ പാൽ വില വർധനമൊക്കെ അറിഞ്ഞ് ചില ആളുകൾ വന്ന് പാലൊക്കെ വാങ്ങി പോകുന്നുണ്ട്. ചിലരൊക്കെ അറിയാതെയും വന്ന് പോകുന്നുണ്ട്. ഇപ്പം 30 രൂപയൊക്കെ സാധാരണ കൊണ്ടുവരുന്ന ആളുകൾ 2 രൂപയാണ് ബാക്കി കിട്ടുന്നതെങ്കിൽ ഇന്നിപ്പോ വില കൂടിയതൊന്നും അറിയാതെ വന്ന് ഇവിടുത്തെ ചേട്ടനോട് എന്തായാലും സംഗതികളൊക്കെ വൻ പ്രശ്നമായി കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ കേരളത്തിലെ
ജനാധിപത്യത്തിന്റെ എന്താ പറയാ വസന്തം പൂത്തുലയാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണല്ലോ മിൽമയുടെ പാലിലൂടെ ഇങ്ങനെ പതഞ്ഞു പൊന്നുന്നത് എന്നുള്ള ചിന്തയിൽ ബബായ്.